നാടൻ വിഭവങ്ങളോട് ഒരു വക എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അതേപോലെ തന്നെയാണ് നാടൻ പാത്രങ്ങളും. നമുക്ക് ഈ പാളപാത്രം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുത്താലും ഏത് കൊച്ചു കുട്ടിക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഒരു 5 മിനിറ്റ് കൂടെ വേണ്ട കേട്ടോ. വളരെ പെട്ടെന്ന് പലതരം ഡിസൈനുള്ള പാത്രങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താലും, അതും ഒരു മെഷീൻ്റെ സഹായം ഇല്ലാതെ ചെറിയ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. വളരെ സിമ്പിളായിട്ട് പലതരം ഡിസൈനുകൾ. അപ്പോൾ നാടൻ ചോറും കറി നാടൻ പാത്രങ്ങളിൽ എടുത്ത് കഴിക്കുന്നത് നല്ലൊരു കാര്യമല്ലേ. മാത്രമല്ല നമ്മൾ ഉണ്ടാക്കിയ പാത്രമാകുമ്പോൾ ഒന്നുകൂടെ സന്തോഷം തരുമല്ലേ നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പാത്രങ്ങൾ നമ്മൾക്ക് നമ്മുടെ വീട്ടിലുള്ള വളപ്പിലുള്ള പാളകൾ വെച്ച് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് മെഷീനില്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനു മുന്നേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഹലോ ഫ്രണ്ട്സ്, ജിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കുറച്ച് പാളപാത്രങ്ങൾ ഉണ്ടാക്കിയെടുത്താലോ. നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവുമല്ലോ നല്ല തരം പാളകൾ. അപ്പോൾ ആ പാളകളെടുത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പാളപാത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിന് പാള എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ചെറിയ പാളയാണ്. വലിയ പാളയാണെങ്കിൽ വലിയ പാത്രങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊരു മീഡിയം സൈസ് പാളയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് മുറിച്ച് കളയാം. ഇത് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. പറമ്പിലൊക്കെ വീണതായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇത് ഇരുവശം ഒന്ന് ചുരുണ്ട് കിടക്കും. അപ്പോൾ അതൊന്ന് നിവർത്തി കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗവും വെച്ചിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് നിവർത്തിയെടുക്കുക കേട്ടോ. ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് നിവർത്തിയെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് നിവർത്തിയെടുക്കുക. അതിന് നമുക്ക് പ്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 പ്ലേറ്റ് എടുക്കണം കേട്ടോ. ഒന്ന് കുറച്ച് വലുതും ഒന്ന് ചെറുതും. ഇത്ര ഗ്യാപ്പ് വേണം കേട്ടോ. കാരണം പാള അതിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വിധത്തിലായിരിക്കണം നമുക്ക് പാളപാത്രം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പാള ഒന്ന് ഗ്യാസ് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇത്രയും ഗ്യാപ്പിലുള്ള പാളകളായിരിക്കണം കേട്ടോ. ഇത് നമ്മൾ അടിയിൽ വെക്കുന്ന പാത്രമാണ്. ഇത്രയും ഗ്യാപ്പുള്ളൊരു പാളയായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഒന്ന് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ഞാനൊന്ന് ചൂടാക്കിയെടുക്കുകയാണ്. അടുപ്പത്ത് വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാനേ പാടുള്ളൂ. നമ്മൾ പൈപ്പൊക്കെ ഒന്ന് ചൂടാക്കുമല്ലോ. പൈപ്പ് ചൂടാക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴൊന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആവുമല്ലോ. അതേപോലെ ഈ പാളയൊന്ന് സോഫ്റ്റ് ആവും കേട്ടോ. നമ്മൾക്ക് ശരിക്കും മടക്കിയെടുക്കാൻ പറ്റും. അതേപോലെയാണ് നമ്മളതൊന്ന് ചൂടാക്കിയെടുക്കേണ്ടത്. കൂടുതൽ സമയം അതിൽ പിടിക്കരുത് കേട്ടോ. ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ പിടിക്കരുത്. അപ്പോൾ കരിഞ്ഞു പോകും. പിന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഒന്ന് സോഫ്റ്റാക്കി എടുക്കാനേ പാടുള്ളൂ. കൂടുതൽ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് പോലും നമുക്ക് വെക്കേണ്ട കേട്ടോ. അതിനുള്ളിൽ തന്നെ നമുക്കിത് സോഫ്റ്റായി കിട്ടും. ആ ചൂടിൽ തന്നെ നമ്മൾ ഈ പാത്രത്തിൻ്റെ മുകളിലേക്ക് വെക്കുക. നമ്മൾ ഇതിൻ്റെ മുകളിൽ വെക്കുന്ന പാത്രം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഈ ഇരുവശങ്ങളിലൊക്കെ ഒന്ന് വലിച്ചു കൊടുക്കുക. ചിലപ്പോൾ ചുരുങ്ങി കിടക്കുന്നുണ്ടാവുമല്ലോ ഈ പാള. അപ്പോൾ അതൊന്ന് നിവർത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കുക കേട്ടോ. കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് നിവർത്തി കൊടുക്കുക. ഇതിൻ്റെ നടുക്ക് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്തെങ്കിലും കട്ടിയുള്ള ഏതെങ്കിലും പാത്രങ്ങളുണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പോൾ കൈ വെച്ചിട്ട് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. എന്നിട്ട് ഇനി കത്രിക എടുത്തിട്ട് ഇതിൻ്റെ ഈ അരിക്ക് വശം നമുക്ക് ഒന്ന് മുറിച്ച് കൊടുക്കണം. ഇതിൻ്റെ ചൂടുണ്ടല്ലോ, ആ ചൂട് പോകുന്നത് വരെ നമ്മൾ ഒന്ന് ഉണങ്ങുന്നത് പോലെ നമ്മളൊന്ന് എന്തെങ്കിലും പാത്രങ്ങളോ അല്ലെങ്കിൽ വെയിറ്റുകളോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു കുഞ്ഞ പാത്രമായിട്ട് അതേ ഷേപ്പിലുള്ള പാത്രമായിട്ട് തന്നെ നമുക്ക് കിട്ടും. നമ്മളിത് അമർത്തി കൊടുത്ത് ചൂടോടെ തന്നെ എടുക്കരുത്. അപ്പോൾ നമുക്കത് ആ പാത്രം കൃത്യമായിട്ട് കിട്ടില്ല കേട്ടോ. ഇനി ഇതിൻ്റെ അരികൊക്കെ നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം. ആ പാത്രം നമ്മൾ അടിയിൽ വെച്ച പാത്രത്തിൻ്റെ ആ ഇരുവശം ഉണ്ടല്ലോ, വക്കുണ്ടല്ലോ, വക്കെന്ന് പറയുമല്ലോ നമ്മൾ അരികു വശം, അവിടെ കൃത്യമായിട്ട് അതേ അളവിൽ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ അതേ ഷേപ്പിലുള്ള പാത്രം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിനിപ്പോൾ എനിക്കിപ്പം വന്നിട്ടുള്ള ഒരു 3 മിനിറ്റ് കൂടെ നമുക്ക് വന്നിട്ടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു പാത്രം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് നമുക്ക് എല്ലാ പാത്രങ്ങളും വളരെ പെട്ടെന്ന് പാളപാത്രങ്ങൾ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇരുവശം ഇത് എല്ലാ അരികൊക്കെ നമുക്ക് അരിഞ്ഞ് നല്ല ഷേപ്പാക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പാളപാത്രം വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ? ഇനി ഇതൊന്നുകൂടെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം കേട്ടോ. ഒന്ന് ഉണങ്ങി കിട്ടണം.
എങ്കിലാണ് ആ കുഴിഞ്ഞ നല്ലൊരു പാത്രമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് വെച്ച് ഇതൊന്ന് വലിച്ചു കൊടുത്ത് നല്ല ഷേപ്പിൽ നമുക്ക് ബാക്കിയുള്ള എവിടെയെങ്കിലും ഒന്ന് അരികെ ക്ലിയർ ആക്കി എടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പാളയൊക്കെ വീട്ടിൽ നാട്ടിൻപുറത്തുള്ള ആൾക്കാരുടെ വീടുകളിലൊക്കെ കവുങ്ങും പാളയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ചെറിയ കുട്ടികൾക്കായാലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഗ്യാസ് അടുപ്പിലൊക്കെ വെക്കുമ്പോൾ കുട്ടികളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അവർക്ക് അത് വലിയ മുതിർന്നവരാരെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ കുട്ടികൾ തന്നെ ഇതൊക്കെ ഒന്ന് ചെയ്ത് പഠിച്ചോളും. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പാളപ്പാത്രങ്ങൾ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ കണ്ടില്ലേ, ഈ നമുക്ക് സ്പൂണ് ഇതുപോലെയുള്ള ചെറിയ കോപ്പ പാത്രങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സ്പൂണൊക്കെ നമ്മുടെ 2 തവി എടുത്താൽ മതി കേട്ടോ. കയ്യിൽ ഒരു വലിയ കയ്യിലും ഒരു ചെറിയ കയ്യിലും, എന്നിട്ട് അതിൻ്റെ ഈ വലിയ കയ്യിലിൻ്റെ ഇടയിൽ വെച്ചാൽ നല്ലൊരു കയ്യിലായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള പല പാത്രങ്ങളും നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട്, പാളി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് പാത്രങ്ങൾ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പാളപ്പാത്രങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നമുക്ക് അതിൽ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കുന്നത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.